അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 143 സങ്കീർത്തനം 8 വാക്യം നമുക്ക് വായിക്കാം. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. രാവിലെ എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഊഹിക്കുവാൻ കഴിയും. രാത്രിയിലെ ഏതോ യാമത്തിൽ ദാവീദ് വേദനയോടെ പറയുന്ന വാക്കുകളാണ് 143 സങ്കീർത്തനം 8 വാക്യത്തിലെ പ്രാർത്ഥന. ദാവീദിനെ തകർത്തുകൊണ്ട് അവൻ്റെ സിംഹാസനം കൈക്കലാക്കുവാൻ തൻ്റെ മകനായ അബ്ശലോം ശ്രമിച്ച സമയത്ത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതാകാം എന്ന് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ അഭിപ്രായപ്പെടുന്നു. അന്ന് രാത്രിയിലായിരിക്കാം താൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ദാവീദ് ഇപ്പോൾ വലിയ വ്യതയിലാണെന്ന് 143 സങ്കീർത്തനത്തിലെ പല വാക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ദാവീദിനൊരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, താൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ താനൊരു വാർത്ത അറിഞ്ഞു. അബ്ശലോമിനെ ബുദ്ധി ഉപദേശിക്കുന്നത് അഹിതോഫേൽ ആണെന്ന്, അതായത് ബത്ശേബ എന്ന ഊരിയാവിൻ്റെ ഭാര്യയുടെ ഗ്രാൻഡ് ഫാദർ. ബത്ശേബയുടെ അപ്പൻ ഏലിയാമിൻ്റെ അപ്പൻ അഹിതോഫേൽ. ആ കാലത്ത് അഹിതോഫേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ദാവീദിൻ്റെ പ്രധാനമന്ത്രിയും നല്ല ജ്ഞാനിയുമാണ് ആ മനുഷ്യൻ. ഇവൻ അബ്ശലോമിന് ബുദ്ധി പറഞ്ഞു കൊടുത്താൽ തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് അറിയാവുന്ന ദാവീദ് കരഞ്ഞുകൊണ്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, യഹോവേ, അഹിതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന്. തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ദാവീദിന് മറുപടി ലഭിച്ചു. ദൈവം അഹിതോഫേലിൻ്റെ ആലോചന അബദ്ധമാക്കി എന്നായിരുന്നു ആ മറുപടി. തൻ്റെ ആലോചന പോലെ ദാവീദിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ അഹിതോഫേൽ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. തൻ്റെ പേരക്കുട്ടിയുടെ ഭർത്താവിനെ കൊന്നതിന് ദാവീദിനെ കൊല്ലുവാനാണ് അഹിതോഫേൽ ശ്രമിച്ചത്. ബത്ശേബയുടെ വിഷയത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് അഹിതോഫേൽ കാത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മധുര പ്രതികാരം അഹിതോഫേൽ കാണുമായിരുന്നു. അഹിതോഫേലിൻ്റെ കൊച്ചുമകളായ ബത്ശേബയുടെ മകൻ രാജാവായിരിക്കുന്നത് അഹിതോഫേലിന് കാണാമായിരുന്നു. നാം യുദ്ധം ചെയ്താൽ പരാജയപ്പെടും നിശ്ചയം, എന്നാൽ യുദ്ധം യഹോവയെ ഏൽപ്പിച്ചാൽ നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുകയും വിജയം നമ്മെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്ത ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനായ കർത്താവിനോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. രാത്രി ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ കഷ്ടത കൊണ്ട് എൻ്റെ ചെവി അടഞ്ഞതുപോലെ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ രാവിലെ നിൻ്റെ ദയയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, ഒരു നല്ല വർത്തമാനം അങ്ങ് എന്നെ കേൾപ്പിക്കണമേ എന്നാണ് തൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം ഭക്തൻ ദൈവത്തിന് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഒരു കാര്യത്തിൽ സങ്കീർത്തനക്കാരന് മുൻപരിചയമുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 30 സങ്കീർത്തനം 5 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 143 സങ്കീർത്തനം 8 വാക്യത്തിലും താൻ പ്രാർത്ഥിക്കുകയാണ്, നല്ല പ്രഭാതത്തിൽ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രഭാതം അഥവാ രാവിലെ എന്നത്. 3 AM മുതൽ 6 AM വരെയുള്ള സമയമാണ് അത്. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന സമയമാണ് അത് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം മാതാവിനെ തേടി വന്നതും ആ സമയത്തായിരുന്നു. തണ്ടുപലിച്ച് വലഞ്ഞ ശിഷ്യന്മാരെ സഹായിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ചെന്നത് ആ സമയത്തായിരുന്നു. ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്ന ചെങ്കൽ പാതയിൽ കടന്ന മിസ്രയീമിനെ യഹോവ തകർത്തതും ആ സമയത്തായിരുന്നു. 4 യാമം എന്നാണ് 3 AM മുതൽ 6 AM വരെ ഉള്ള സമയത്തിനെ റോമക്കാർ പറയുന്നത്. എന്തു തന്നെയായാലും ആ സമയത്ത് ദാവീദിന് ഒരു വിടുതൽ കർത്താവ് കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ കർത്താവിൽ ആശ്രയിച്ച് താൻ കാത്തിരിക്കുകയാണ്. അവനെ ആശ്രയിച്ചാണ് ഇവൻ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, അന്ധകാരം പോലെ ഒന്നും കാണുവാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിലും നാളെ എന്തു ചെയ്യുമെന്ന ഭയം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ പുറത്തെടുത്തവനായ കർത്താവായ യേശു ക്രിസ്തു
നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഭയപ്പെടുത്തുന്ന ചിന്തകളെയും മുൻപോട്ട് പോകുവാൻ വഴി കാണാത്ത അവസ്ഥയെയും മാറ്റിത്തരുവാൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കണം. ഇരുളിൽ നിന്നും വെളിച്ചത്തെ വേർതിരിക്കുക എന്നത് ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് അത്. അങ്ങനെയെങ്കിൽ ആ പ്രയാസം ഇല്ല നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ദുഷ്ടൻ്റെ കിണയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ. വിശ്വസിക്കുക, അനുസരിക്കുക, ആശ്രയിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. യഹോവയെ കാത്തിരുന്ന് ലഭിച്ച ദാവീദിൻ്റെ രാജപദവിക്കും കാത്തിരുന്ന് ലഭിച്ച ജോസഫിൻ്റെ മിസ്രൈമിലെ മന്ത്രി പദവിക്കും രുചിയേറുമെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം കർത്താവിനെ കാത്തിരുന്നാൽ നിശ്ചയമായും നാം അവൻ്റെ മഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്നാണ് വീണ്ടും ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ഉള്ളം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് താൻ തൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത്. ഏത് കാര്യവും തീരുമാനിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലെ തീരുമാനം പോലെയാണ് നാം മുന്നോട്ട് ചുവടുകൾ വയ്ക്കുന്നത്. നാം എടുക്കുന്ന തീരുമാനം ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ മാത്രം അത് നടപ്പിലാക്കണം. അങ്ങനെയുള്ള വിശ്വസ്തന്മാരെ രക്ഷിക്കുവാനാണ് ദൈവം ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ബൈബിൾ വായിച്ചാൽ ഒരു വിശുദ്ധൻ നടക്കേണ്ടുന്ന വഴികൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വഴി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ എന്നാണ്. നാം വിശാല വഴിയാണോ തിരഞ്ഞെടുക്കുന്നത്, അതോ നിത്യജീവനിലേക്ക് പോകുന്ന ഇടുങ്ങിയ വഴിയാണോ തിരഞ്ഞെടുക്കുന്നത്? യേശു പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്, അത് അനേകർ തിരഞ്ഞെടുക്കും. ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ വ്യവസ്ഥകളൊന്നുമില്ല. ബോധിച്ച വണ്ണം ജീവിക്കാം. വ്യഭിചാരം, കുല, മോഷണം ഇവയെല്ലാം നടത്തിയാലും ഒരു കുഴപ്പവുമില്ലാത്ത വഴിയാണ് വിശാലമായ വഴി. മറ്റുള്ളവർ ഉപദ്രവിക്കാം, വഞ്ചിക്കാം, അടിയുണ്ടാക്കാം, മദ്യം കഴിക്കാം, പുകവലിക്കാം, നുണ പറയാം, ചതിക്കാം, കള്ളത്തരങ്ങൾ ചെയ്യാം, മരിച്ചവരോട് പ്രാർത്ഥിക്കാം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ഇതൊക്കെ നിമിത്തം ഈ വിശാലമായ വഴി ചെന്നെത്തുന്ന നിത്യനരകത്തിൽ വീഴേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദൈവം വെറുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുകയോ പറയുകയോ ചെയ്യാതെ, വിശുദ്ധിയോടെ ആരെയും ഉപദ്രവിക്കാതെ ബൈബിൾ വായിക്കുകയും അതിന് പ്രകാരം ദൈവം പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുന്നതാണ് ഇടുങ്ങിയ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴി തുടക്കത്തിൽ ഇടുങ്ങിയതാണെങ്കിലും സമാധാനവും സ്വർഗീയ സന്തോഷവും സംരക്ഷണവും ഈ വഴിയിൽ സുലഭമാണ്. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ് എന്ന് യേശു പഠിപ്പിച്ചു. ഈ വഴി ചെന്ന് ചേരുന്നത് നിത്യജീവനിലാണ്. ഈ വഴി കാണിക്കണമേ എന്നാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ ലോകത്തിൻ്റെ ആർഭാടത്തിൻ്റെയും ഫാഷൻ്റെയും പുറകിൽ പോകുന്നത് വിശാലമായ നാശപാതയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഓടിയകന്ന് നിത്യജീവനെ പ്രാപിച്ചുകൊള്ളുക. ഏതെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് പുരുഷന്മാരും സ്ത്രീകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കൊച്ചു കൊറോണ വൈറസിന് ലോകത്തിലെ ഉന്നതന്മാരുൾപ്പെടെ സകല വ്യക്തികളുടെയും വായി മൂടിക്കെട്ടിക്കുവാൻ കഴിഞ്ഞു. ഓർക്കുക, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കെട്ടുകഥയല്ല എന്ന് തെളിയിക്കുവാൻ 10,000 തെളിവുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. യേശു മടങ്ങി വരുവാൻ സമയമായിരിക്കുന്നു. ആ യേശുവിനെ എതിരേൽക്കുവാൻ ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ നമ്മെ കാണിക്കുന്ന വഴിയിൽ കൂടി മാത്രം ജീവിച്ച് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാശപാതയിൽ കൂടി നടക്കുവാനിടവരാതെ നിത്യജീവനിലേക്കുള്ള ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.